സംഖ്യാപുസ്തകം അധ്യായം 12. മോശ ഒരു എത്യോപ്യൻ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് ആ സ്ത്രീ നിമിത്തം മറിയാമും അഹ്റോനും അവന് വിരോധമായി സംസാരിച്ചു. ദൈവം മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളോ? ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. ദൈവം അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഉടനെ ദൈവം മോശയോടും അഹ്റോനോടും മറിയാമിനോടും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കിൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. ദൈവം മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്നു. ദൈവം മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്ന് അഹ്റോനെയും മറിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും മുന്നോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തു, എൻ്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ദൈവമായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്തു. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ എൻ്റെ ഗൃഹത്തിൽ മുഴുവൻ വിശ്വസ്തൻ ആകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്തത് മറപ്പൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും വ്യക്തമായും അത്രേ. അവൻ ദൈവത്തിൻ്റെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെയിരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ഭയപ്പെടാതിരുന്നത് എന്ത്? ദൈവകോപം അവരുടെ മേൽ ജ്വലിച്ചു. അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി. മറിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹ്റോൻ മറിയാമിനെ നോക്കി അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. അഹ്റോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളുടെ മേൽ വയ്ക്കരുത്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപിള്ളയെ പോലെ ഇവളാകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ദൈവത്തോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. ദൈവം മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് മാറ്റി താമസിപ്പിക്കണം. പിന്നീട് അവളെ ചേർത്തുകൊള്ളാം എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ മറിയാമിനെ 7 ദിവസം പാളയത്തിന് പുറത്ത് ആക്കി. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു. അതിൻ്റെ ശേഷം ജനം ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ടു പാറാന്റെ മരുഭൂമിയിൽ കൂടാരമടിച്ചു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.